അയ്യോ, എന്നാലും എൻ്റെ രാമകൃഷ്ണൻ കൊച്ചാട്ടൻ തന്നെ ഇത് പറയണം. അയ്യോ, 9 മാസമാണ് നിങ്ങൾക്ക് മാത്രം വോട്ട് കുത്തിയിട്ടുള്ള ആശാപ്രവർത്തകർ തിരുവനന്തപുരത്ത് മഞ്ഞും മഴയും വെയിലുമേറ്റ് കിടന്നത്. 232 രൂപയായിരുന്നു അവരുടെ ഒരു ദിവസത്തെ ശമ്പളം. അത് വലിയ ശമ്പളമാണെന്നാണ് ആ പെടലിമാമി പറഞ്ഞത്. എന്തോ ഒരു വാഴ്ത്തുപാട്ടായിരുന്നു. ഇതുപോലെ എവിടെ ശമ്പളം കൊടുക്കുമെന്നാണ് ചോദിച്ചത്. നിങ്ങളുടെയൊക്കെ വീടുകളിലെ ഈ പൂച്ചയ്ക്കും പട്ടിക്കും അതിൻ്റെ ഇരട്ടി വേണം ദിവസം ആഹാരത്തിന്. 9 മാസം അവിടെ കിടന്നിട്ട് ഈ നമ്മുടെ കാരണഭൂതൻ ദാസപ്പൻ രായാവ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനിടെ പലർക്കും ലക്ഷങ്ങൾ, PSC മെമ്പർക്ക് 4,10,000 ഒക്കെ കൂട്ടി കൊടുത്തു. അത് വേറെ കാര്യം. പിന്നെ ഇഷ്ടമുള്ളവർക്കെല്ലാം നിയമനവും ശമ്പളം കൂടലും 1.5-2 ലക്ഷം. പക്ഷേ 1000 പുച്ഛിച്ചു. ഉമ്മ വായിക്കാൻ നടക്കുന്നവരെ, പകർച്ചവ്യാധി പരത്തുന്നവരാണ് കരിഞ്ഞ മരം സഖാവ് പറഞ്ഞത്. അങ്ങനെ എത്രയോ സഖാക്കന്മാർ. ഇപ്പം അവിടെ UP നിങ്ങളങ്ങ് ജ്വലിക്കുകയാണ്. ആദ്യം സ്വന്തം നാട്ടിൽ ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇവിടെ ഉള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. മറ്റവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ വലിയ താല്പര്യമാണ്. നമ്മുടെ കണ്ണിലെ ഈ കോടാലി എടുത്ത് മാറ്റിയിട്ട് വേണ്ടേ രാമകൃഷ്ണൻ കൊച്ചാട്ട? ആ കാര്യം പറഞ്ഞപ്പോൾ രാമകൃഷ്ണൻ കൊച്ചാട്ടൻ എന്താ നേന്ത്രപ്പഴം വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നോ? ഈ ഉടായ്പുണ്ടല്ലോ ജനം മനസ്സിലാക്കിയെന്നാ. പണ്ടൊക്കെ ഇത് വേവുമായിരുന്നു. ഇനി ഇത്തരം ഉടായ്പ പരിപാടിയൊന്നും വേവത്തില്ല. കൈ വെച്ചേച്ചാൽ മതി.